വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് മെയ് 28-ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ഞാൻ എൻ്റെ ചാനലിലെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സർപ്രൈസ് ആയിട്ട് മോൾക്ക് ബർത്ത്ഡേ പാർട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ വൈകിട്ട് ഞാനും എൻ്റെ ഇത്താടെ മോളും കൂടെ കൂടി ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാനായിട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവളെ ഒന്ന് മാറ്റിയിട്ട് വേണമല്ലോ ഇതെല്ലാം അറേഞ്ച് ചെയ്യാൻ. കാരണം കേക്ക്, ഗിഫ്റ്റ്, പിന്നെ ബലൂണൊക്കെ വെച്ചാക്കണം. അപ്പോൾ ഇതിനൊക്കെ ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടി. കാരണം എങ്ങനെയാണ് മോളെ ഒന്ന് മാറ്റിയാലാണ് ഇത് റെഡിയാക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു ടെൻഷനായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ബ്രദറെ പുറത്ത് കൊണ്ടുവരിക്കുവാണ് മോളെ. ആ ഒരു ടൈമിൽ വേണം ഞങ്ങൾക്ക് ഈ ബലൂണൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഒക്കെ റെഡിയാക്കാൻ. കുറച്ച് സമയമുള്ളതിനുള്ളിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കണം. എൻ്റെ മോൾക്ക് പണ്ടേ ഭയങ്കര സർപ്രൈസ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഒരു ചെറിയ പേരാണെങ്കിൽ അവൾ എപ്പോഴും എന്നോട് പറയും അതെനിക്ക് ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ് സർപ്രൈസ് ആയിട്ട് തരണമെന്ന് പറയും. അപ്പം ബർത്ത്ഡേ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അവൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ത്രില്ലായിരിക്കും ഇത് കാണുമ്പോൾ, ഉറപ്പാണ്. അപ്പോൾ ആൾ പണ്ടേ ഭയങ്കര സെൻസിറ്റീവാണ്. ചെറിയ കാര്യം മതി അവളങ്ങ് പെട്ടെന്ന് വിഷമം വരും ആൾക്ക്. അപ്പോൾ ഇത് കാണുമ്പോൾ എന്തായാലും ഭയങ്കര കരച്ചിലായിരിക്കും, സന്തോഷം കൊണ്ട്, അത് ഉറപ്പാണ്. അപ്പോൾ ഇപ്പോൾ ആൾ വരും. അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഗിഫ്റ്റ് മോൾക്ക് ഡയറി മിൽക്കിൻ്റെ ബബ്ലിയാണ് ഇഷ്ടം. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ നാത്തൂൻ്റെ വകയും പിന്നെ അല്ലാതെ ഞാൻ കൊടുക്കാനായിട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കപ്പിലെ മോളുടെ ഫോട്ടോസ് വെച്ച് ഈയിടെ മോളെന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് മോൾക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വെറൈറ്റി ഗിഫ്റ്റ് എന്ന് പറയാൻ സെർലാക്ക് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സെർലാക്ക്. ചെറുപ്പത്തിൽ ഒരുപാട് കഴിക്കുമായിരുന്നു. അപ്പോൾ വലുതായി കഴിഞ്ഞ് ഞാൻ അങ്ങനെ കൊടുക്കുകയില്ല, വല്ലപ്പോഴും വാങ്ങിച്ചു കൊടുക്കത്തുള്ളൂ. അപ്പോൾ അതും ബ്രദർ എന്ത് വാങ്ങുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ സെർലാക്ക് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ സെർലാക്കും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഡ്രസ്സൊന്നും എടുക്കാൻ പുറത്ത് പോകാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ഉമ്മ ഇരുന്ന് തുണി കൊണ്ട് അവൾക്ക് സ്കേർട്ടും ബ്ലൗസും തയ്ച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മ. അപ്പോൾ അങ്ങനെ മോൾക്ക് എല്ലാ ഗിഫ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മോള് വരുന്നതിന് മുന്നേ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം, എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം. ആളിപ്പോൾ എത്തും, കുറച്ച് സമയമേ ഉള്ളൂ മുന്നിൽ. അപ്പോഴത്തേക്ക് ഇതെല്ലാം റെഡിയാക്കണം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും, സർപ്രൈസ് ആയിട്ട് മോളുടെ ഇത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേഗം ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ ശരി, നമുക്ക് കാണാം. Happy birthday. Surprise ഒരു മേ കൊടുത്താനോ കൊട്ടാ നീ ഗിഫ്റ്റ് പേപ്പറിൽ സാധനം കിട്ടില്ല എന്നുള്ള പരാതി വേണ്ട. Happy birthday to dearzz. Happy birthday to you. ഞാൻ വിളിക്കുന്ന ഇഷ്ടം
മാമച്ചിക്ക് ഇച്ചിരി ഹൈറ്റ് കൂടുതലായിട്ട് തല വെട്ടിപ്പോയി. അല്ല മറ്റേ ഇതിന്നോ ആ ഓക്കെ. ആ നിന്നേ മമ്മി നിന്നേ. കുഞ്ഞു കൊടുക്കുന്നേ കുഞ്ഞിനെ കൊണ്ട് മിറ്റേ ഫോട്ടോ എടുത്തില്ലേ? ആ ഒന്നും കൂടി. വീട്ടിലെ ഡ്രസ്സിലെല്ലാം നൂനിന്റെ മുഖം അത്യാവശ്യം. നീ പോയി കൊടുത്തോ എടുക്കാം. ആ എനിക്ക് വേണമെന്നല്ലോ. ചോറുണ്ടാകുന്ന പാള കൊടുക്കാനേ എന്തൊക്കെ പ്ലാനിങ് എത്ര ദിവസമായി അങ്ങോട്ട് മാറുമ്പോ ഇങ്ങോട്ട് മാറി. ക്രീമില്ലാതെ കഴിയുമ്പോ നമ്മോട് കട്ട് ചെയ്യും. അങ്ങനെ അമ്മയെ ഇട്ടെ സ്കൂളിൽ കയറാൻ പറ്റുമോ? നീ സർമാർക്ക് തിന്ന് എടുത്തു പറഞ്ഞേ വല്ലപ്പോഴും ഇപ്പൊ ഉള്ളന്ന് അവസാനം പേര് വീഴും സർലാക്ക് പേര്. ആ വീഡിയോ അല്ല അത് വേണേ കട്ട് ചെയ്യാം. വീഡിയോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇവിടെ ഞാൻ എപ്പോഴും പറയും, പക്ഷെ എനിക്ക് മേടിച്ചിട്ടില്ല. എനിക്ക് വർഷത്തിൽ ഒന്നൊക്കെ മേടിച്ചിട്ടില്ല. ചെറുതാക്ക് വഴി ഒരുപാട് കഴിച്ചല്ലോ ചെറുപ്പത്തില്, അതുകൊണ്ടാ. Premier lovable mother. ഇതമ്മിനാണോ? ഞാൻ എന്ത് ഗിഫ്റ്റ് തരും ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടാതെ ഒരു ഗിഫ്റ്റ് ആകില്ല. ഇഷ്ടപ്പെട്ട ഗിഫ്റ്റാണ്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞ ഗിഫ്റ്റാ വേണമെന്ന്. പക്ഷെ തുറന്ന് നോക്കാം, പറയാം. Oh my god. അയ്യോ ഇത്ര വേറെ കപ്പോ. പ്രാവശ്യം പറഞ്ഞതല്ലേ വേണമെന്ന്.
ഇത് എടുക്കട്ടെ, ചുമ്മാ എടുക്കട്ടെ. എന്നിട്ട് മീൽസോടെ വെച്ചാൽ ഒരു വലിയ പാവയാണല്ലോ, പാവല്ലേ. അപ്പൊ പാവ കിട്ടിയല്ലോ. സർപ്രൈസ് ആയിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. ശരിക്കും സർപ്രൈസ് തന്നെയായിരുന്നു. ഇതൊരു 2-3 ദിവസമായിട്ട് ഞങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്താണ് ഈ ഒരു സർപ്രൈസ് വീഡിയോ ആക്കാനായിട്ട് നോക്കിയത്. കാരണം ഒരു ക്ലൂ പോലും എനിക്ക് ഇവരാരും തന്നില്ല. ഫുൾ സർപ്രൈസ് ആയിട്ട് ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. മോള് ചെറുതായിരുന്നെങ്കിൽ നമുക്ക് മാറ്റി നിർത്താൻ എങ്ങനെയും ഒക്കെ ഒന്ന് അറിയിച്ചായിരുന്നു. പക്ഷെ ഇവൾക്കിപ്പോ എല്ലാം അറിയാവുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ മാറ്റി നിർത്തി ഡെക്കറേഷനും ഒക്കെ ചെയ്തു എല്ലാം ഒന്ന് ഇതാക്കാൻ. അതുപോലെ കേക്കിന്റെ കാര്യങ്ങളോ ഒന്നും ഞങ്ങള് അറിയിച്ചില്ലായിരുന്നു, ഗിഫ്റ്റിന്റെ കാര്യങ്ങളോ ഒന്നും. അപ്പം ഒന്നും ഇല്ലെന്നാണ് ഞാൻ ഓർത്തത്. കാരണം എല്ലാവരും പറയുന്നു ഈ പ്രാവശ്യം കൊറോണയൊക്കെ അല്ലേ, അപ്പൊ ഒന്നും ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ട് എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ഇത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നോക്കണം. എങ്കിലേ ഉള്ളൂ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്